ട്വന്റി അവർ ആദ്യം പോകുന്നത് റായ്ബറേലിയിലേക്കാണ്. ഭാര്യയും ഭർത്താവും ചേർന്ന് ഭാര്യയുടെ കാമുകനെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചിട്ടു. ദുർഗന്ധം വന്നതോടെ നാട്ടുകാരുടെ ചോദ്യം ചെയ്യലിൽ പകച്ച യുവതി. തറ കുഴിച്ച് മൃതദേഹം പുറത്തെടുത്തു പോലീസ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നടന്ന സംഭവമാണ്. ദദോകർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രാം പ്രകാശ്, റീത്ത, ഈ രണ്ടു പേരാണ് ആ കൊലയാളികൾ. പറയാൻ പോകുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ശരിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ആ കഥയിലേക്ക്, അതിന്റെ കാരണങ്ങളിലേക്ക് എത്തണമെങ്കിൽ 10 വർഷം മുമ്പ് 2016 രാം പ്രകാശ് എന്ന കൂട്ടുപ്രതിയെ, അതായത് ഈ കുറ്റകൃത്യത്തിലെ കൂട്ടുപ്രതിയെ റീത്ത വിവാഹം കഴിക്കുന്നത്. ആ ദമ്പതികൾക്ക് 2 ആൺമക്കളുമുണ്ടായി. എന്നാൽ 2020 ഭർത്താവുമായി പിണങ്ങി റീത്ത അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോയി. ഈ കാലയളവിൽ അവൾ അമിത് റൈദാസ് എന്ന ഈ കാമുകനുമായി അടുക്കുകയാണ്. റീത്തയുടെ സഹോദരങ്ങൾ ഇതിനിടയിൽ മരിച്ചുപോയി. അങ്ങനെ ആ വീട്ടിൽ ഒറ്റയ്ക്കായി റീത്ത. അപ്പോൾ ഈ അമിത് റൈദാസ് എന്ന കാമുകൻ അവൾക്കൊപ്പം താമസം തുടങ്ങി. അങ്ങനെ കാമുകനും ഈ റീത്തയും ഒരുമിച്ച് താമസിക്കുന്നു. വൈകാതെ അവർക്കൊരു കുട്ടി ജനിച്ചു, ഒരു പെൺകുട്ടി. പക്ഷെ പിന്നീടാണ് ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. റീത്ത തൻ്റെ ഭർത്താവായിട്ടുള്ള രാം പ്രകാശുമായി വീണ്ടും അടുക്കാൻ തുടങ്ങി. ആ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അവർ വേർപിരിഞ്ഞിരുന്നില്ല നിയമപരമായി. അത് മാത്രമല്ല, ഇടയ്ക്കിടെ അവളുടെ ഭർത്താവായിട്ടുള്ള രാം പ്രകാശ് അവളെ കാണാനായി ആ വീട്ടിൽ എത്തുകയും ചെയ്തിരുന്നു. അതായത് സ്വന്തം വീട്ടിലായിരുന്നു റീത്ത. ആ സമയത്ത് പിരിഞ്ഞു നിന്നിരുന്ന ഭർത്താവ് കാമുകൻ കൂടി താമസിക്കുന്ന വീട്ടിലേക്ക് സ്ഥിരമായി എത്തുന്ന സാഹചര്യം. पति राम प्रकाश का उसके पास आना जाना शुरू हो गया था, जिसका अमित रैदास द्वारा विरोध किया जाता था। दिनांक 29/7/2026 को रात में राम प्रकाश को महिला के घर देखकर अमित रैदास का महिला और राम प्रकाश से विवाद हो गया था, जिसके कारण राम प्रकाश व उसकी पत्नी द्वारा साड़ी से गला कसकर अमित रैदास की हत्या कर दी गई और शव को छुपाने के लिए घर में ही गड्ढा खोदकर दबा दिया गया। महिला ने अपने पति राम प्रकाश के साथ घटना कारित करना स्वीकार किया। आरोपी महिला की निशानदेही पर मृतक अमित रैदास का शव आरोपी महिला के घर के फर्श की खुदाई के उपरांत बरामद कर लिया गया है। ഈ കഴിഞ്ഞ 29-ാം തീയതി രാത്രി അമിത് റീത്തയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ ഭർത്താവ് രാം പ്രകാശ് പതിവ് പോലെ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഈ അമിതും രാം പ്രകാശും തമ്മിൽ തർക്കമുണ്ടാവുകയാണ്. അങ്ങനെ രാം പ്രകാശും റീത്തയും ചേർന്ന് ഈ അമിത് എന്ന അവളുടെ കാമുകനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു. ആ രണ്ടുപേരും ചേർന്ന് അവളുടെ ഒരു സാരി ഉപയോഗിച്ച് ഈ അമിത്തിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. എന്നിട്ട് ആ മൃതദേഹം ആ വീടിനുള്ളിൽ തന്നെ കുഴിച്ചു മൂടി. ഒന്നും സംഭവിക്കാത്തതുപോലെ അവർ അടുത്ത ദിനം രാവിലെ എഴുന്നേറ്റു. പതിവ് കാര്യങ്ങളൊക്കെ തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ കുഴിച്ചിട്ട മൃതദേഹം മെല്ലെ അഴുകാൻ തുടങ്ങിയപ്പോൾ പുറത്തേക്ക് ദുർഗന്ധം വരാൻ തുടങ്ങി. ആ ദുർഗന്ധം തൊട്ടടുത്തടുത്ത് ചേർന്ന് താമസിക്കുന്ന നാട്ടുകാർക്ക്, ഗ്രാമത്തിലുള്ളവർക്ക് ചില സംശയങ്ങൾ തോന്നിപ്പിച്ചു. അങ്ങനെ അവർ സംഘം ചേർന്നെത്തി ഈ റീത്തയെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈ രാം പ്രകാശ്, അവളുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഭയന്നുപോയ റീത്ത കുറ്റം മുഴുവൻ ഏറ്റുപറഞ്ഞു. അങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു നാട്ടുകാർ. അങ്ങനെയാണ് പോലീസ് എത്തി കാര്യങ്ങൾ വേഗത്തിലാക്കുന്നത്. दोनों और पति और प्रेमी एक साथ ही यहाँ ग्राम पूरे रजो मजरे बिलाहनी में रहते थे उस महिला के साथ। उस महिला के 2 भाई थे, दोनों भाई की मृत्यु हो गई थी, तो महिला अक्सर यहीं रहती थी। पति, पत्नी और जो प्रेमी था, तीनों में आपस में झगड़ा हुआ होगा। तो पत्नी और पति ने मिलके जो प्रेमी को मार के घर में ही कमरे में ही गड्ढा खोद के गाड़ दिया था। അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി ആ വീടിന്റെ തറ കുഴിച്ച് മൃതദേഹം കണ്ടെടുത്തു. ആ മൃതദേഹം പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. ഈ അമിത്, കൊല്ലപ്പെട്ട അമിത്തിന്റെ സഹോദരൻ രഞ്ജിത്ത് റൈദാസ് എന്ന യുവാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ റീത്തയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ ഈ ഭർത്താവ് രാംപ്രകാശിനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്താൻ
വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ്. എന്നാണെങ്കിലും ഒരു ത്രികോണ പ്രണയത്തിനൊടുവിലാണ് കൊലപാതകം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റീത്തയുടെ മക്കളിലൊരാൾ, ആ പെൺകുട്ടിയുടെ അച്ഛനെ കൂടിയാണ് അവൾ ഇല്ലാതാക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.